ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സാറാണ്. അപ്പോൾ മക്കളെ, ഇന്ന് കൃത്യം 7 മണിക്ക് നമ്മുടെ പുതിയ ബാച്ച് ലോഞ്ച് ഉണ്ട്. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, നമുക്കറിയാം ഓണം എക്സാം ഒക്കെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. ഇപ്പോഴും ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാത്ത, അല്ലെങ്കിൽ ഒരുപാട് ബാക്ക്ലോഗ് ഉള്ള, പഠിച്ചിട്ട് വേണ്ട രീതിയിൽ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത, നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക് ചുറ്റും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പുതിയ ബാച്ച് ഇന്ന് കൃത്യം 7 മണിക്ക് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഈ ഒരു ചാൻസ് മിസ്സാക്കാൻ പാടില്ല. കാരണം നമുക്കറിയാം അടുത്ത ഒരാഴ്ച മുതൽ നമ്മൾ സ്റ്റഡി ചലഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പോവുകയാണ്. റെഡി? എല്ലാം നമ്മൾ പ്രീവിയസ് ഡിസ്കഷനായാലും ഇതെല്ലാം നമ്മൾ സ്റ്റഡി ചലഞ്ചിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. റെഡി? നമുക്കറിയാം എക്സാമിനൊക്കെ അടുത്ത് നമ്മൾ അങ്ങനെ സെറ്റായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പുതിയ ബാച്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത മക്കളാണെങ്കിൽ പോലും നിങ്ങൾക്ക് പഠിക്കാം. ഈ ഒരു ടൈമിൽ ഇതെല്ലാം നമുക്ക് എക്സാം അടുപ്പിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഈ കാര്യങ്ങളെല്ലാം മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ യൂസ്ഫുൾ ആവണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓണം എക്സാം സ്റ്റഡി ചലഞ്ച് നല്ല അടിപൊളിയായിട്ട് മക്കൾക്ക് പഠിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുണ്ട്. ഒരേ ഒരു കാര്യം, അത് മറ്റൊന്നുമല്ല, നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം അത് മക്കൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഓക്കെ, സിലബസ് പലരും കവർ ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മുടെ അവസാനത്തെ ടൈമിൽ, ഈ ഒരു ഓണം എക്സാമോ ഏത് എക്സാം ആണെങ്കിലും അതിൻ്റെ ഒരു ലാസ്റ്റ് ഫൈനൽ റിവിഷൻ സെഷനൊക്കെ നടത്തുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റഡി ചലഞ്ച് നടത്തുമ്പോഴാണ്. അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. നിങ്ങൾ കൃത്യമായിട്ട് ഏതൊരു എക്സാമിൻ്റെ സ്റ്റഡി ചലഞ്ചിലൊക്കെ മക്കൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കുന്നതിന് മുൻപ് ഒരിക്കലെങ്കിലും ഒരൊറ്റ തവണയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ സിലബസിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വായിച്ച് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. റെഡി? അതായത് ഒന്നിനും വേണ്ടിയിട്ടല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്തെല്ലാം എനിക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളത്. ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്ററിലും എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളത് ചെയ്യുക. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീക്കാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. നിങ്ങൾ ആരും ഒന്നും പഠിക്കാത്ത കുട്ടികളല്ല, ഒന്നും പഠിക്കാത്ത കുട്ടികളല്ല. കുറെ ബാക്ക്ലോഗ് ഉള്ള കുട്ടികൾ മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ, അല്ലെ? ബാക്ക്ലോഗ് ഉള്ളവരാണ്. നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ ഇരുന്ന് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യണം. എന്തെല്ലാം നിങ്ങൾക്ക് എക്സാമിനുണ്ട്, നമുക്കറിയാം ഏതെല്ലാം സിലബസ് ആണെന്ന്, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ഒരു വീക്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വലിയ രീതിയിൽ ബാക്ക്ലോഗ് ഉള്ള കുട്ടികളുണ്ടാവും. റെഡി? അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വൺ ഷോട്ടും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവരോടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഇന്നത്തെ ബാച്ച് ലോഞ്ചിൽ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യുക. ഇന്ന് കൃത്യം 7 മണിക്ക് ലൈവിൽ വരിക എന്നുള്ളത്. ഓക്കെ, അല്ലാത്ത കുട്ടികൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് തീർക്കാനുള്ളത് ഈ ഒരാഴ്ച കൊണ്ട് ഇരുന്ന് തീർക്കുക. മാക്സിമം എത്ര തീർക്കാൻ പറ്റും അത്രയും തീർക്കുക. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അടുത്ത ആഴ്ച മുതൽ ഈ ഒരു പരിപാടിയിലേക്ക് പോകാം, നമ്മുടെ സ്റ്റഡി ചലഞ്ചും കാര്യങ്ങളിലേക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒറ്റ തവണയെങ്കിലും നിങ്ങളത് ചെയ്തിരിക്കണം. നിർബന്ധമായിട്ടും പലരും ചെയ്യാത്ത കാര്യമാണ്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഈ ഒരു എക്സാമിനേക്ക് വേണ്ടി എന്ത് ചെയ്യാം? നമ്മുടെ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. അതിന് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ഉണ്ട്. ഈ ഒരു വീക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം, എത്ര ടൈം വേണമെങ്കിലും പഠിക്കാം. കംപ്ലീറ്റ് ചെയ്യുക. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കുക. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.